ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, മൗറീഷ്യസിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള പോർട്ട് ലൂയിസ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. ഇന്ന് പോർട്ട് ലൂയിസ് മൊത്തത്തിൽ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. മെയിൻ ആയിട്ട് ഇവിടുത്തെ മാർക്കറ്റും പിന്നെ വാട്ടർ ഫ്രണ്ടും ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മൗറീഷ്യസിന്റെ രണ്ട് മുഖങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്നും പോർട്ട് ലൂയിസിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിപ്പം സിറ്റി എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു സിറ്റിയിലാണ്. നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റിലോട്ടാണ്. ഇതാണ് മാർക്കറ്റിന്റെ എൻട്രൻസ്. ആ കാണുന്ന ഓട്ടോറിക്ഷ പോലുള്ള ആ വണ്ടി കണ്ടോ, അതുപോലുള്ള വണ്ടിയൊന്നും ഇവിടെ കാണാറുള്ളതല്ല കേട്ടോ. കണ്ടപ്പം കൗതുകം തോന്നി വീഡിയോ എടുത്തതാണ്. ആ ഫ്രീക്ക് അങ്കിള് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ട് ചിരിച്ചോണ്ട് പോയി. എൻട്രൻസ് കടന്നു വരുമ്പം ഇതുപോലെയാണ്. റൈറ്റ് സൈഡിലായിട്ട് ചെറിയ ചെറിയ കുറെ കടകളുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫ്രൂട്ട്സും വെജിറ്റബിളും ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ പോയത് സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, സൺഡേ 12 മണി വരെ മാത്രമാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. 12 മണി കഴിഞ്ഞാൽ മാർക്കറ്റിനകത്തേക്ക് ആരും കയറ്റത്തില്ല. അതിന്റെ ഒരു തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഈ ഒരു മാർക്കറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നാട്ടിലേക്കാളും കുറച്ചുകൂടി വില കൂടുതലാണ് ഇവിടെ. എല്ലാത്തിന്റെയും വില ഇതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്യാബേജ് ഒന്നിന് 60, 70 എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. വില മൗറീഷ്യൻ റുപ്പിയിലാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. 60 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 110 രൂപയുടെ അടുത്ത് വരും. തക്കാളിക്ക് ഒരു പൗണ്ടിനാണ് 80 രൂപ എഴുതി വെച്ചിട്ടുള്ളത്. ഒരു പൗണ്ട് എന്ന് പറയുമ്പോൾ അര കിലോ തക്കാളിക്ക് നാട്ടിലെ 150 രൂപയുടെ അടുത്ത് വരും. ഇതിനകത്ത് ഓരോരോ സെക്ഷനായിട്ട് ഓരോരോ കട പോലെയാണ് കേട്ടോ. കടകൾ മാറും തോറും വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പാവയ്ക്കൊക്കെ ഒരു പൗണ്ടിന് 70 രൂപ, നാട്ടിലൊരു 130 രൂപയുടെ അടുത്ത് വരും. കമ്പാരിറ്റീവ്ലി ഉരുളക്കിഴങ്ങിനും സവാളക്കൊക്കെ വില കുറവാണ്. 25 രൂപയാണ് ഒരു പൗണ്ടിന് വരുന്നത്. ഈ ഒരു സാധനം നാട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അറിയുമെങ്കിൽ അതിന്റെ പേര് കൂടി ഒന്ന് പറയണേ. ഇവിടെ സാധാരണ കാണുന്ന ഒരു പച്ചക്കറിയാണ്. ഞങ്ങൾ ഇത് വാങ്ങാറുണ്ട്. ഞാനിത് നാട്ടിലെവിടെയും കണ്ടിട്ടില്ല. നമ്മുടെ ശീമച്ചക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളുടെ അവിടെ ഇതിന്റെ പ്ലാത്തിച്ചക്ക, മമ്പുച്ചക്ക എന്നൊക്കെ പറയും. ഇതിനൊന്നിന് 50 രൂപയാണ് വരുന്നത്. നാട്ടിലൊരു 90 രൂപയുടെ അടുത്ത് വരും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുമ്പളം, ചേന, മത്തൻ, കപ്പ, ചേമ്പ്, മധുരക്കിഴങ്ങ് തുടങ്ങി എല്ലാ സാധനങ്ങളും ഇവിടെയും കിട്ടും. പച്ചക്കറി മാത്രമല്ല, നമ്മുടെ അവിടെ കിട്ടുന്നതും അല്ലാത്തതും ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. ഇതിന്റെ മുകളിലും കുറച്ച് കടകളുണ്ട്. മെയിൻ ആയിട്ട് കുറച്ച് തുണിക്കടകളും പിന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സോവനീസ് ഒക്കെ വിൽക്കുന്ന കടകളുമാണ് മുകളിലുള്ളത്. ഹാൻഡ് മെയ്ഡ് ബാഗുകള്, ചിരട്ട കൊണ്ടുള്ള ഇതുപോലുള്ള ഐറ്റംസ്, പിന്നെ കുറച്ച് ഷോ പീസസ്, അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളായിരുന്നു മുകളിലെ നിലയിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ഇവിടുത്തെ ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ കിട്ടുന്ന മാർക്കറ്റ്. ഞങ്ങൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴേക്കും 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്തേക്ക് കടക്കാനുള്ള വഴിയൊക്കെ അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഏരിയയിൽ സ്നാക്സ് ഐറ്റംസും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കുന്ന കടകളാണ് ഉള്ളത്. സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ കാലിയായിട്ട് കിടക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫിഷ് മാർക്കറ്റ് ഉള്ളത്. ഫിഷ് മാർക്കറ്റ് കൂടി കവർ ചെയ്യണമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തുമ്പോഴേക്കും അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് കയറാൻ വിടുന്നുണ്ടായിരുന്നില്ല. ഫിഷ് മാത്രമല്ല, ചിക്കനും മട്ടനും ബീഫും തുടങ്ങി മാനിറച്ചി വരെ ഇതിനകത്ത് കിട്ടും. മാർക്കറ്റിനകത്തുള്ള ഒരു കടയിൽ നിന്നൊരു ചേച്ചി മോളെ വിളിച്ചൊരു ക്യാൻഡി കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും പിടിച്ചിട്ടാണ് അവർ നടക്കുന്നുള്ളത്. അവിടെ റോഡ് സൈഡിലായിട്ട് കുറെ ചെറിയ ചെറിയ കടകളുണ്ട്. അതുപോലെ തന്നെ റോഡ് സൈഡിൽ നിന്നിട്ട് കുറെ ആൾക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ക്രിയോളാണ് കേട്ടോ. ക്രിയോളിലാണ് ഇവർ വിളിച്ചു പറയുന്നുള്ളത്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മൗറീഷ്യസിന്റെ ഒരു മുഖം. സ്ട്രീറ്റ് സൈഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അവിടെയാണ് വാട്ടർ ഫ്രണ്ട് ഒക്കെ വരുന്നത്. ഈ കാണുന്ന ഹൈവേ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ. ഹൈവേ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജ് കയറി ഈ സൈഡിലോട്ട് വരുമ്പം വേറൊരു രാജ്യത്തെത്തിയ ഫീലാണ് കേട്ടോ. മറ്റേ സൈഡിൽ ഭയങ്കര ആൾത്തിറക്കും ബഹളമൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ ഈ സൈഡിൽ വരുമ്പം നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ്. ഈ കാണുന്നത് കടലാണ് കേട്ടോ. കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ പോർട്ടാണ്. അവിടെ ഒരു ക്രൂയിസ് നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ബോട്ടുകളും ഒക്കെ അവിടെ നിർത്തിയിട്ട് കാണാം. എന്നോട് കുറെ പേര് ഇവിടുത്തെ ക്ലൈമറ്റിനെ പറ്റി ചോദിക്കാറുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ 2 സീസണാണുള്ളത്, സമ്മർ സീസണും വിന്റർ സീസണും. നവംബർ മുതൽ ഏപ്രിൽ വരെ സമ്മറും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വിന്ററുമാണ്. അതിനിടയിൽ വരുന്ന ഒക്ടോബറും മെയ്യും സീസണുകൾ മാറുമ്പോഴുള്ള ആ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈമാണ്. കറന്റ് ഇപ്പം ചൂടില്ല, സമ്മർ മാറി ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ മഴ പെയ്യാറില്ലെന്ന് ചോദിച്ചാൽ മഴ ഇവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് പെയ്യാറുണ്ട്. പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ അപേക്ഷിച്ച് ഇവിടെ ചൂട് ഭയങ്കര കുറവാണ്. സമ്മറിൽ ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ വരുന്നത് 29 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ വിന്ററിൽ മിനിമം വരുന്നത് 16 ഡിഗ്രി സെൽഷ്യസ്. അതിനങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുതൽ പോവാറില്ല. ഇത് തന്നെ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. ഇവിടെ ഒരുപാട് മലകളൊക്കെ ഉള്ളതുകൊണ്ട് അടുത്തടുത്ത സ്ഥലങ്ങളിൽ തന്നെ വ്യത്യസ്ത കാലാവസ്ഥയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമൊക്കെ കുറച്ച് ചൂടുള്ള ഏരിയ ആണ്. അവിടെ മിനിമം ടെമ്പറേച്ചർ 20 താഴെ പോവാറില്ല. അതുപോലെ തന്നെ തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളും ഉണ്ട്. ആ സ്ഥലങ്ങളിൽ സമ്മറിൽ അധികം ചൂടുണ്ടാവില്ല. ഈ കാണുന്നതാണ് നമ്മൾ ക്രോസ് ചെയ്ത് വന്ന ഹൈവേ. അതിന്റെ സൈഡിൽ കൂടി തന്നെയാണ് മെട്രോവും പോകുന്നുള്ളത്. ഈ കാണുന്നത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ്. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വന്ന് ഇരുന്ന് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് കുറെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യും. അതിന് പറ്റിയ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. നല്ല കാറ്റും അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഇവിടെ ഇരുന്നാല് സമയം പോകുന്നത് തന്നെ അറിയില്ല. ഈ കാണുന്നത് ഇവിടുത്തെ തിയേറ്റർ ആണ്. വല്ല ഹിന്ദി പടോ ഇംഗ്ലീഷ് പടോ ഒക്കെ കാണണമെങ്കിൽ ഇവിടെ വന്ന് കാണാം. പിന്നെ ഹിറ്റ് ആയിട്ടുള്ള തമിഴ് മൂവീസ് ഒക്കെ ഇവിടെ വരാറുണ്ട്. ഇതിന്റെ സൈഡിലായിട്ട് കോഫി ഷോപ്പും പിന്നെ കുറെ ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഫുഡ് കോർട്ട് കഴിഞ്ഞ് നടന്നു വരുമ്പം ഇവിടെ ഇതുപോലെ ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട്. ഈ ഭാഗത്തും കുറെ ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ക്യാസിനോ ഉണ്ട് ഇവിടെ. കാശ് കളയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിനകത്ത് കയറാം. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ അതിനകത്ത് പോയി ഇരുന്ന് 2 ഫോട്ടോ എടുത്ത് തിരിച്ചു വന്നു. ഇന്ന് മോൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കയറുന്നില്ല. കുട്ടികളെ അതിനകത്ത് കയറ്റത്തില്ല.
ആ കാണുന്ന കുടകൾ കണ്ടോ? ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇവിടെ വരുന്നവരൊക്കെ ഇതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോകും. ഈ കുടകൾ ഇടക്കിടക്ക് മാറ്റും കേട്ടോ. ഈ കളർ ആയിരുന്നില്ല ഞങ്ങൾ മുമ്പ് വരുമ്പോ ഉണ്ടായിരുന്നത്. ആ കുടകളുണ്ടായ ആ സ്ഥലത്ത് നിന്ന് നടന്നു വരുമ്പം ഈ ഭാഗത്തായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പോർട്ട് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ വിശപ്പിന്റെ വിളി കാരണം ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് കരുതി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് റിവേഴ്സ് ബൗളും ഫ്രൈഡ് റൈസും ആയിരുന്നു. ചിക്കൻ എഗ് പ്രോൺസ് റിവേഴ്സ് ബൗളും ചിക്കൻ എഗ് പ്രോൺസ് ഫ്രൈഡ് റൈസും. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതാണ് റിവേഴ്സ് ബൗള്. ഇതിൽ എഗ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പ്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ മഷ്റൂമും ബേബിക്കോണും ക്യാരറ്റും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് റിവേഴ്സ് ബൗൾ ഇഷ്ടപ്പെടാത്തതായിരുന്നു. ഇപ്പം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഫ്രൈഡ് റൈസ് നമ്മൾ സാധാരണ കഴിക്കുന്നതാണല്ലോ, അതിൽ പ്രോൺസും കൂടി ഉണ്ടെന്നേ ഉള്ളൂ. ഫ്രൈഡ് റൈസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിന്റെ കൂടെ 2 സോഫ്റ്റ് ഡ്രിങ്ക്സും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ 700 രൂപയായിരുന്നു ബില്ല് വന്നിട്ടുണ്ടായിരുന്നത്. മൗറീഷ്യസിൽ പുറത്തു പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഫുഡ് കഴിച്ച് വരാൻ നേരത്തായിരുന്നു ഈ ഒരു കാഴ്ച കണ്ടത്. ഇതെന്താണെന്ന് അറിയില്ല, എന്തോ പ്രാക്ടീസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു കാഴ്ചയോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.